കമലഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ അണിയിച്ചൊരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. വമ്പൻ പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ചിത്രത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ റിലീസിന് മുമ്പ് തന്നെ വിറ്റുപോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിൽ വലിയൊരു പരാജയമായപ്പോൾ ചിത്രത്തിന് വേണ്ടി മുടക്കിയ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ആ ഒരു തുക തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. കമലഹാസന്റെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ആരാധകരെയും സിനിമാ പ്രേമികളെ വലിയ രീതിയിൽ തന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്നതാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശങ്കറിന്റെ ഈ ഒരു ചിത്രം റിലീസിന് മുമ്പ് വമ്പൻ ഹൈപ്പ് തന്നെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആ ഒരു പ്രതീക്ഷിച്ച തരത്തിലുള്ള യാതൊരു ഒന്നും തന്നെ ചിത്രത്തിനുണ്ടായിരുന്നില്ല. ഇന്ത്യൻ 2 തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഒന്നായിട്ട് മാറുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യൻ 2 പോസ്റ്റ് തിയേറ്റർ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഇന്ത്യൻ 2 വെറും 81 കോടി രൂപ മാത്രമാണ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 95 കോടി 58 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത് 51 കോടി രൂപയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ 2 ടോട്ടൽ ഓവർസീസ് ഗ്രോസ് കളക്ഷൻ ഉൾപ്പെടെ ചിത്രം 146 കോടി 58 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിട്ടുണ്ടായത്. എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാണക്ക് പരിശോധിക്കുകയാണ് 250 കോടി ബഡ്ജറ്റാണ് ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ 81 കോടി വന്നതോടുകൂടി തന്നെ ചിത്രം വലിയൊരു പരാജയമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ 2 മോശം പ്രകടനം കണക്കിലെടുത്ത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളുമായുള്ള OTT കരാറിൽ പുനരാലോചന വേണമെന്ന നിലപാടിലാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ്. ട്രാക്ക് ട്രോളിവുഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ 2 സ്ട്രീമിംഗ് അവകാശം 120 കോടിക്കാണ് റിലീസിന് മുമ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായത്. തിയേറ്റർ റിലീസിന് മുമ്പ് ഈ ഒരു തുക കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് 120 കോടിയുടെ ഇടപാടിന് അത് സമ്മതിക്കില്ല. പകുതി പണം തിരിച്ചു തരാൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈയിടെയായി ബോക്സ് ഓഫീസിലെ സിനിമയുടെ പ്രകടനത്തിന് ശേഷമാണ് OTT പ്ലാറ്റ്ഫോമുകൾ അന്തിമ ഡീൽ തീരുമാനിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ 2 കാര്യത്തിൽ നെറ്റ്ഫ്ലിക്സും നിർമ്മാതാക്കളും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഇന്ത്യൻ 2 OTT റിലീസ് ഉണ്ടാകുകയാണെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത്രയും വലിയൊരു മുതൽ മുടക്കി ഈ സിനിമ എടുത്ത നെറ്റ്ഫ്ലിക്സ് എന്തൊക്കെയാണ് വലിയൊരു നഷ്ടം തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ വലിയൊരു ഫ്ലോപ്പായ ചിത്രം ഇനി OTT വന്നാൽ പോലും ഈ ഒരു ചിത്രം ആദ്യം തന്നെ കാണത്തില്ല. 40 കോടിക്ക് അവർ ഈ ഒരു ചിത്രം എടുത്താൽ പോലും അത് അവർക്ക് വലിയൊരു നഷ്ടം തന്നെയായിട്ട് മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിലെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.